റിഫ റഹ്മത്ത് എന്ന പൊന്നുമോൾക്ക് സംഭവിച്ച ആ കാര്യം നമ്മൾക്കാർക്കും തന്നെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. ദേഹത്ത് ചെറിയ തരത്തിൽ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെട്ടതോടുകൂടി സ്വന്തം ഉമ്മയെയും കൂട്ടി മഞ്ചേരിയിലെ മലബാർ ഹോസ്പിറ്റലിലെത്തിയ റിഫ റഹ്മത്ത് തൻ്റെ സ്വന്തം കൈകൊണ്ട് തന്നെ OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കണ്ടതിന് ശേഷം ഈ കുട്ടിക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇനി ആർക്കും തന്നെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് മഞ്ചേരിയിൽ ജനരോഷമിളകിയത്. മഞ്ചേരിയിലെ മലബാർ ഹോസ്പിറ്റലിലേക്ക് മാർച്ച് നടത്തിയതും മലബാർ ഹോസ്പിറ്റലിൽ നടന്ന പാകപ്പിഴവിൽ മരണപ്പെട്ട റിഫയുടെ മരണത്തിന് ഉത്തരവാദികൾക്കെതിരെ ജനങ്ങളുടെ പ്രതിഷേധ മാർച്ച്. ഇതൊരു പാർട്ടിയോ ഒരു മതമോ അല്ല, സർവ്വമതവും സർവ്വ പാർട്ടികളും ഒന്നിച്ചായിരുന്നു ഈ മാർച്ച് നടത്തിയത്. റിഫ റഹ്മത്ത് എന്ന 20 വയസ്സുകാർ തൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ജിമ്മിൽ ചേരുകയും പുതുതായി ഒരു ടീഷർട്ട് ധരിക്കുകയും ചെയ്തതോടുകൂടി ആദ്യമായി അവിടെ നിന്നാണ് റിഫ റഹ്മത്തിന് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. ചിലപ്പോൾ ചില വസ്ത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ റിഫ റഹ്മത്ത് തൻ്റെ വീടിൻ്റെ 100 മീറ്റർ അകലെ മാത്രമുള്ള ജിമ്മിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്നെത്തുകയും ഉമ്മയോട് എൻ്റെ ദേഹത്ത് പലയിടത്തായി ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെന്നും നമുക്കൊന്ന് ഡോക്ടറെ കണ്ടുവരാമെന്ന് പറഞ്ഞ് മഞ്ചേരിയിലെ മലബാർ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ ഡോക്ടറെ കണ്ടതിന് ശേഷം ഇത്തരം അവസ്ഥയിൽ വരുന്ന രോഗികൾക്ക് നൽകുന്ന ഇഞ്ചക്ഷൻ ഒരു ടെസ്റ്റ് ഡോസ് പോലും എടുക്കാതെയാണ് റിഫ റഹ്മത്തിൻ്റെ ദേഹത്ത് കുത്തിവെച്ചത്. അതോടുകൂടി റിഫ റഹ്മത്ത് അവശ നിലയിലായി. ഇത് കണ്ട ഡോക്ടർമാർ വീണ്ടും മറ്റൊരു ഇഞ്ചക്ഷൻ ഈ കുട്ടിയുടെ ദേഹത്തേക്ക് കുത്തിയിറക്കി. അതോടുകൂടി റിഫയുടെ ശാരീരിക അവസ്ഥ വളരെ മോശമായി മാറി. തൻ്റെ ഉമ്മയെ കൂട്ടി മലബാർ ഹോസ്പിറ്റലിലെത്തിയ റിഫ അതുവരേക്കും തന്നെ ചെറിയ തോതിലുള്ള ഒരു ചൊറിച്ചിലല്ലാതെ വേറൊരു ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും വിധേയയായിരുന്നില്ല. ആ ഇഞ്ചക്ഷനുകൾ ഈ കുട്ടിയുടെ ദേഹത്ത് കയറിയപ്പോഴാണ് ഈ പൊന്നുമോൾക്ക് ഇത്തരമൊരു അവസ്ഥയുണ്ടായത്. അതോടെ റിഫയെ ICUയിലേക്ക് കയറ്റുകയും അവിടെ നിന്ന് റിഫയുടെ അവസ്ഥ വളരെ ദയനീയമാകുകയും ചെയ്തു. ICUയിൽ വെച്ച് റിഫ രക്തം ഛർദ്ദിക്കുകയും കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ റിഫ റഹ്മത്തിനെ കോഴിക്കോടുള്ള സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. അപ്പോഴും മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കുട്ടിക്ക് ഇവിടെ നിന്ന് എത്തരത്തിലുള്ള ചികിത്സയാണ് നൽകിയതെന്നും എന്തെല്ലാം മരുന്നുകളാണ് ഈ കുട്ടിയുടെ ദേഹത്തേക്ക് കുത്തിയിറക്കിയത് എന്നുള്ള യാതൊരു വിവരങ്ങളും ഈ കുടുംബത്തിന് കൈമാറിയില്ല. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിച്ച പാകപ്പിഴവാണ് റിഫയുടെ മരണത്തിന് കാരണമായി എന്നത് വിശ്വസിക്കുന്നത്. നാളെ റിഫയുടെ കുടുംബം ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും തങ്ങളുടെ മകൾക്ക് സംഭവിച്ച ദാരുണമായ സംഭവത്തെക്കുറിച്ച് വിശദീകരണം തേടുമെന്നും അറിയാൻ സാധിച്ചു. റിഫയുടെ ഉപ്പയുടെ അവസ്ഥയാണ് ദയനീയം. ഉപ്പക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന കുട്ടിയായിരുന്നു റിഫ റഹ്മത്ത്. ഉപ്പയുടെ സർവ്വ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നതും റിഫ റഹ്മത്ത് തന്നെയായിരുന്നു. ആ ഉപ്പാക്ക് റിഫയുടെ ഈ വേർപാടിൻ്റെ വിഷമത്തിൽ നിന്നും കരകയറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ നിന്നും 6 ദിവസം മരണത്തോട് മല്ലിട്ട് ആ കുട്ടി 6ാം ദിവസമായിരുന്നു മരണപ്പെട്ടത്. റിഫയുടെ മരണകാരണം എന്താണെന്നുള്ളതിനുള്ള വ്യക്തമായ അന്വേഷണം വേണമെന്നുള്ള ആവേശത്തോടു കൂടിയാണ് ജനരോഷമിളകിയിരിക്കുന്നതും അതുതന്നെയാണ് കുടുംബത്തിൻ്റെ അഭ്യർത്ഥനയും. ഈ കാര്യങ്ങളെക്കുറിച്ച് റിഫ റഹ്മത്തിന്റെ സഹോദരൻ പറയുന്ന വാക്കുകളാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പരാതി കൊടുത്തിക്കണേ നമ്മള് ആരോഗ്യമന്ത്രിക്കും അങ്ങനെ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിക്കണേ. പിന്നെ DYSP പെരുന്തൽമണ്ണ DYSP ആണ് ഏറ്റെടുത്തിട്ടില്ലേ കേസ് അന്വേഷിക്കുന്നത്. പിന്നെ ഇന്നലെ മാർച്ച് നടന്നു. ആരുടെ മാർച്ചായിരുന്നു അത്? തുറക്കൽ ജനകീയ കൂട്ടായ്മ. അതായത് ഇന്ന ആൾക്കാരൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാരും ഉണ്ടായിരുന്നു. ഇവര് ഉന്നയിച്ചത് എന്താ വെച്ചാല് നമ്മൾ കേസ് അന്വേഷിക്കണം പറഞ്ഞത്. ആ ഒരു ടൈമിലാണ് നമുക്ക് DYSP അന്വേഷിക്കാന്ന് പറഞ്ഞത്. ഹോസ്പിറ്റലുകാരെന്താ പറയണത്? ഹോസ്പിറ്റലുകാർ മിഞ്ഞാന്ന് ഇപ്പൊ നമ്മള് പോയിരുന്നു. അതായത് നമുക്ക് ബില്ല് തന്നിട്ടില്ലേനു മരുന്നിന്റെ. അപ്പൊ നമ്മള് ബില്ല് ചോദിച്ചപ്പോ, അതായത് നമ്മളെ ഇവിടുത്തെ കാരണവന്മാരും രാഷ്ട്രീയപ്രവർത്തകരും ബില്ല് ചോദിച്ചപ്പോ തരൂലെന്ന് പറഞ്ഞു. അങ്ങനെ കേസായതുകൊണ്ട് തരൂലായിരുന്നു. മിനിഞ്ഞാന്ന് ഞങ്ങൾ പോയിട്ട് ഒരു കത്ത് കൊടുത്തു. റിഫയുടെ സ്വന്തം ബ്രദറിന്റെ പേരിൽ ഒരു കത്ത് കൊടുത്തു. അപ്പോലെ നമുക്ക് ബില്ലും തരാൻ തയ്യാറായി. മെഡിസിന്റെ ബില്ല് തന്നിട്ടില്ല ഫസ്റ്റ്. അപ്പൊ നമുക്ക് ബില്ല് തന്നു. അപ്പൊ നമ്മുടെ MDന്റെ റൂമിൽ ഇരുത്തിയിരുന്നു ഞങ്ങളെ. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അവർക്ക് പറ്റിയ ഫോൾട്ട് അല്ല, നാട്ടുകാർ പറഞ്ഞു നോക്കണ്ട, ഞങ്ങൾക്ക് പറ്റിയ ഫോൾട്ട് അല്ല, ഞങ്ങൾക്കും ഇടങ്ങേറുണ്ട്, അങ്ങനെ രീതിയിൽ സംസാരിച്ചു. താൻ പൊന്നുപോലെ സ്നേഹിച്ച റിഫ റഹ്മത്ത് എന്ന തൻ്റെ ഇളയ മോളുടെ മരണത്തിൽ അതീവ വിഷമത്തിലാണ് ഈ കുടുംബവും
അതിലേറെ ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് റിഫാർ റഹ്മത്തിൻ്റെ ഉപ്പ ഇപ്പോൾ ഉള്ളത്. റിഫാർ റഹ്മത്ത് ഉപ്പയോട് എന്തെങ്കിലും പറഞ്ഞാൽ ഉപ്പ അപ്പടി അക്കാര്യം സ്വീകരിക്കുമായിരുന്നു. ഉപ്പാനെ അണിയിച്ചൊരുക്കൽ വരേക്കും തന്നെ ഈ പെൺകുട്ടിയായിരുന്നു. ഉപ്പാനെ അതിയായി സ്നേഹിച്ചതുകൊണ്ട് തന്നെ ഉപ്പാക്കും ജീവന് തുല്യമായിരുന്നു റിഫാർ റഹ്മത്ത് എന്ന പൊന്നുമകൾ. ആ ഉപ്പ ആ വിഷമത്തിൽ നിന്നും ഇതുവരെ കരകയറിയിട്ടില്ല. ആ വിഷമകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി റിഫാർ റഹ്മത്തിൻ്റെ സഹോദരൻ പറയുന്നത്. ഏതൊരു പിതാവിനും മാതാവിനുമാണ് ഇത്തരം കാര്യങ്ങൾ സഹിക്കാൻ കഴിയുക. അവസ്ഥ ഓക്കെ അല്ല. ശരി, അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ അല്ലേ? ഇപ്പൊ ഏറ്റവും കൂടുതലേ കാരണം ചെറിയതുമാണ്. പിന്നെ ഓട് പറഞ്ഞാലേ കേക്കുള്ളൂ. ശരി, ഇപ്പൊ കുറച്ച് ഇപ്പൊ അങ്ങനെ ഫുള്ള് മാറ്റലും ഒരിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ശരി, അപ്പൊ ഇവിടെ നഷ്ടപ്പെടലും ഉൾക്കൊള്ളാൻ പ്രയാസം കഴിഞ്ഞില്ല. വേറെ നിങ്ങൾ ആരോഗ്യമന്ത്രി എന്തെങ്കിലും വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, ആരോഗ്യമന്ത്രി നാളെ ആരോഗ്യമന്ത്രി മലപ്പുറത്തോ കൊണ്ടോട്ടി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ നാളെ അവിടെ പോയിട്ട് ഡയറക്റ്റ് കാണാന്നൊക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് ഹോസ്പിറ്റലുകാരൊക്കെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തന്നെയാണ് അല്ലേ? അതായത് നമുക്ക് ഉറപ്പ്, നമുക്കിപ്പോ അല്ല നമ്മളെ വിധി അങ്ങനെയാണ് പോയി. പക്ഷെ നമ്മൾ അത്രയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോണതും പിന്നെ അവർക്ക് മുമ്പ് എന്തെങ്കിലും അലർജി ഇങ്ങനെ ഉണ്ടോ? ഒന്നുമില്ലായിരുന്നു. ഒരു അലർജി ഇതുപോലെ ചൊറിച്ചിലിന്റെ ഒരു പ്രശ്നങ്ങളെ അവൾക്ക് ഉണ്ടായിരുന്നില്ല. ഡ്രസ് ഇതിന് മുമ്പ് ഡ്രസ് ഇട്ടിട്ടും ഇങ്ങനെ പ്രയാസം ഉണ്ടായിട്ടില്ല. അത് ശരി. മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കും, അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ പറയായിരുന്നു പലരും. ഇല്ലല്ലേ, പലരാ പറയണത്. നമ്മളിപ്പോ ഇതിന് ഇപ്പൊ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ്, മേക്കപ്പ് ഇട്ടിട്ടാണ് അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചിരുന്നല്ലോ അല്ലേ? അങ്ങനെ പല പ്രചരണങ്ങളും നടന്നിരിക്കണേ. ഇപ്പൊ പിന്നെ അതിന്റെ പിന്നാലെ നമ്മളൊന്നും പോയിട്ടില്ല. ഇത്തരത്തിൽ പല കാര്യങ്ങളാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിഫാർ റഹ്മത്തിൻ്റെ മരണകാരണമായി. ഹോസ്പിറ്റൽ അധികൃതരും പറയുന്നത് ഇത് ഞങ്ങളുടെ പക്കൽ നിന്ന് വന്ന പാകപ്പിഴവല്ല എന്നാണ്. പക്ഷേ റിഫാർ റഹ്മത്തും ഉമ്മയും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കാഴ്ച കണ്ട കുടുംബത്തിന് ഇത് റിഫയുടെ ആരോഗ്യ പ്രശ്നമാണ് ഈ മരണത്തിന് കാരണമെന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. അതെങ്ങനെയാണ് നിസ്സാരമായി പലർക്കും വരാവുന്ന ചൊറിച്ചിൽ ഒരു മരണത്തിൽ കലാശിക്കുന്നത്? അതിനൊരിക്കലും സാധ്യതയില്ല എന്നുള്ളതാണ് കൂടുതലും ജനങ്ങളുടെ അഭിപ്രായം. അത് മലബാർ ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിച്ച പാകപ്പിഴവ് തന്നെയാണ് റിഫാർ റഹ്മത്ത് എന്ന 20 വയസ്സുകാരിയുടെ ജീവൻ കവർന്നെടുത്തത് എന്നുള്ളത് വ്യക്തമാണെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതല്ലെങ്കിലും സാധാരണയായി ഹോസ്പിറ്റലിലെത്തി ഇഞ്ചക്ഷൻ നൽകുന്നതിന് മുമ്പ് ആ മരുന്ന് ചെറിയ തോതിൽ ടെസ്റ്റ് ഡോസായി എടുക്കേണ്ടത് നിർബന്ധമായും ചെയ്യേണ്ട കാര്യമായിട്ടും ഹോസ്പിറ്റൽ ജീവനക്കാർ ആ കാര്യം ചെയ്തില്ല. അത് വലിയ അപകടങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യത ഉണ്ടായിട്ടും ആ കാര്യങ്ങൾ ചെയ്യാത്തത് ഗുരുതര വീഴ്ച തന്നെയല്ലേ? ഒരു കുഴപ്പവും കൂടാതെ തന്നെ ഹോസ്പിറ്റലിലെത്തി ടോക്കൺ ടിക്കറ്റ് പോലും തൻ്റെ കൈകൊണ്ടെടുത്ത പെൺകുട്ടി മണിക്കൂറുകൾക്കകം അവശനിലയിലായതിൻ്റെ കാരണമെന്താണെന്ന് ഇതുവരെ ആർക്കും തന്നെ വ്യക്തമായിട്ടില്ല. പിന്നീട് ഈ കുടുംബം റിഫാർ റഹ്മത്തിന് ഏത് തരം ചികിത്സയാണ് നൽകിയതെന്നും ഏതു മരുന്നാണ് ഉപയോഗിച്ചത് എന്നുള്ള വിവരങ്ങൾ ഹോസ്പിറ്റൽ അധികൃതരോട് ചോദിച്ചപ്പോഴും അവരാദ്യം അത് നൽകാൻ തയ്യാറായില്ല എന്നതും ഈ മലബാർ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് വന്ന പിഴവ് തന്നെയാണ് റിഫാർ റഹ്മത്തിൻ്റെ ജീവൻ പൊലിയാൻ കാരണമെന്നുള്ള കാര്യത്തിലേക്കും സംശയങ്ങൾ ഉദിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് സ്വകാര്യ ഹോസ്പിറ്റലിലെത്തിയ റിഫാർ റഹ്മത്തിനെ കണ്ട് ഡോക്ടർമാർ ചോദിച്ചത് തന്നെ ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു, ഇവൾ വിഷം കഴിച്ചിട്ടുണ്ടോ എന്നതാണ്. കാരണം അത്തര ഗുരുതര നിലയിലായിരുന്നു റിഫാർ റഹ്മത്തിൻ്റെ അവസ്ഥ. അവിടെ എത്തിയപ്പോൾ റിഫാർ റഹ്മത്തിൻ്റെ ഹൃദയം വരേക്കും തന്നെ നിലച്ചു വരികയായിരുന്നു. ഇനിയൊരു പൊന്നു മോൾക്കും ഇത്തരത്തിലുള്ള അവസ്ഥ വരാതിരിക്കാനും ഇതിനുള്ള വ്യക്തമായ കാരണം പുറത്ത് കൊണ്ടുവരേണ്ടത് തന്നെയാണ്.